നേരത്തെ ഉണ്ടെങ്കിൽ എപ്പം നാജില വീഡിയോ ഇട്ടാൽ ഏറ്റവും കൂടുതൽ സംസാരിക്കാനുള്ളത് ഒന്നെങ്കിൽ നാജിലയുടെ കാര്യമായിരിക്കും, അല്ലെങ്കിൽ റീവിൻ്റെ കാര്യം തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഇത് കണക്ക് ഷാൻ്റെ വിഷയമൊക്കെ ആയിരിക്കും. ഷാൻ ഉണ്ടെങ്കിൽ തന്നെ തിരിഞ്ഞ് നോക്കുന്നില്ല, എന്തുകൊണ്ടാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് പല വീഡിയോയും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടായിരുന്നു. സോ അതങ്ങനെ കുറച്ച് നാളായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിലൊരു മാറ്റം വന്നത്. ഇപ്പം നാജില ഉണ്ടെങ്കിൽ എപ്പോൾ വീഡിയോ ഇട്ടാലും മെയിനായിട്ട് സംസാരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ തൻ്റെ മോളെക്കുറിച്ചുള്ള കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് കണക്ക് ഒരു വട്ടം ഉണ്ടെങ്കിൽ ഇവരുടെ കൂടെ തന്നെയായിരുന്നു നാജിലയുടെ മൂത്ത മോളുണ്ടായിരുന്നത്. പക്ഷേ അതിന് ശേഷം ഉണ്ടെങ്കിൽ പിന്നെ അമ്മൂമ്മയുടെ കൂടെ ആയി. ഇപ്പോൾ താമസവും കാര്യങ്ങളൊക്കെ നാജിലയായിട്ട് ബന്ധമൊന്നുമില്ല. ഷാനും നാജിലയൊക്കെ പലവട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ വരാനും തയ്യാറാവുന്നില്ല എന്നുള്ള രീതിയിലൊക്കെയായിരുന്നു നാജില പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പലവട്ടം ഇത് കണക്ക് ഷാൻ്റെ മൊബൈലിൽ നിന്ന് മെസ്സേജ് അയച്ചപ്പോഴത്തേക്കുണ്ടെങ്കിൽ തിരിച്ച് മോശമായുള്ള മെസ്സേജൊക്കെ കാര്യങ്ങൾ അയച്ചതെന്നുള്ള രീതിയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഷഫീന ഉണ്ടെങ്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് കണക്ക് നാജിലയുടെ മോളെ ഉണ്ടെങ്കിൽ കൂടെ ഇരുത്തിക്കൊണ്ടായിരുന്നു ഈ വീഡിയോ എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടതിന് ശേഷം ഉണ്ടെങ്കിൽ നാജില വന്നിട്ട് എൻ്റെ മോളെ കരുവാക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് പൈസ ഉണ്ടാക്കുന്നുണ്ട്. ഇതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ തന്നെയാണ്. ഇത് കണക്ക് റഹീമായിട്ട് ചേർത്ത് വെക്കാനുള്ള പരിപാടിയാണ് ഈ നടക്കുന്നത്. പക്ഷെ അവനുണ്ടെങ്കിൽ ഒരു നല്ലവനൊന്നും അല്ല, കുടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നൊന്നും അറിയത്തില്ല എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ എന്തായിരുന്നാലും അതങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നാജില പിന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഉണ്ടെങ്കിൽ എൻ്റെ മോളുണ്ടെങ്കിൽ എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു കാര്യം മെയിനായിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനെക്കുറിച്ച് നിങ്ങൾ മോശമായിട്ടുള്ള ഒന്നും പറയാൻ പാടില്ല എന്നുള്ള രീതിയിലായിരുന്നു എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതായിരുന്നു നാജില പറഞ്ഞിട്ടുണ്ട്. നാജില അതിൽ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കണക്ക് ഇയാളുണ്ടെങ്കിൽ 11 വയസ്സ് വരെ ഉണ്ടെങ്കിൽ മോളെ നോക്കിയിട്ട് പോലുമില്ല, ഇപ്പോഴാണ് വേണമെന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത്. ഞാനുണ്ടെങ്കിൽ അത്രയും നാൾ നോക്കി, അവൾക്ക് വേണ്ട നല്ല വിദ്യാഭ്യാസവും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവൾക്ക് വേണ്ടി ഇൻഷുറൻസും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും എടുക്കുന്നുമുണ്ടായിരുന്നു. അതൊക്കെ ഇരിക്കുന്ന സമയത്താണ് അവളുണ്ടെങ്കിൽ എന്നെ വിട്ടിട്ട് പോയെന്നുള്ള രീതിയിലായിരുന്നു നാജില പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സത്യമാണ്, ഇവരുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടുണ്ട്. റഹീം ഉണ്ടെങ്കിൽ നോക്കാത്ത സമയത്തൊക്കെ ഉണ്ടെങ്കിൽ അവർ തന്നെയാണ് നോക്കിയത്. അവരുടെ ഭാഗത്തു നിന്ന് ഒരു തെറ്റ് വന്നപ്പോഴത്തേക്ക് മൂത്ത മോളുണ്ടെങ്കിൽ കളഞ്ഞിട്ട് പോയി. അത് അത്രയേ ഉള്ളൂ, അത് മാറ്റാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ആ കുട്ടിക്കുണ്ടെങ്കിൽ ഈ പ്രായത്തിൽ ചിലപ്പോൾ ഈ കാര്യങ്ങളൊന്നും വലുതായിട്ട് മനസ്സിലാവത്തില്ല. ഇപ്പോൾ ഇത് കണക്ക് അതിൻ്റെ നടക്കുന്ന ഒരുപാട് പേര് കളിക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഇവർക്ക് തിരിച്ച് പ്രശ്നമില്ല, അല്ലെങ്കിൽ അവളെ കുട്ടിയെ നല്ലോണം നോക്കാമെന്നുള്ള ഒരു കാരണം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ വിളിച്ചുകൊണ്ട് വരാവുന്നതാണ്. അതല്ല കുട്ടിക്ക് ഒട്ടും താല്പര്യമില്ലെങ്കിൽ വിടുക, അത് വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കും, നമുക്കറിയാത്ത എന്തെങ്കിലും ആയിരിക്കാം.